ഹായ് എല്ലാവർക്കും നമസ്കാരം. നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പിഗ്മെൻറ്റേഷനുള്ള ഫേസ് ക്രീമാണ്, ഫേസ് പാക്കല്ല, ഫേസ് ക്രീമാണ് നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ. പിഗ്മെൻറ്റേഷൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ളത് ആ പിഗ്മെൻറ്റേഷൻ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. കാരണം അത് ഭയങ്കര ഒരു നമ്മുടെ ഫേസിൽ ചെറിയൊരു പാട് വന്നാൽ പോലും നമുക്ക് ഭയങ്കര സങ്കടമാണ് അല്ലേ. അപ്പോൾ പിഗ്മെൻറ്റേഷൻ പറയുമ്പോൾ അത് ചിലവർക്ക് ഭയങ്കര ഫേസ് മാക്സിമം കവർ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. അത് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് പല പല ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ഡാമറ്റോളജിസ്റ്റിനെ കാണിക്കുന്നു, അതിൽ നമുക്ക് കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, ലേസർ ചെയ്യുന്നു, അതുപോലെ തന്നെ നമുക്ക് പെർമനൻറ്റ് സൊല്യൂഷനായിട്ട് നമുക്ക് പീലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്, അത് ഒത്തിരി സിറ്റിംഗ് ഒക്കെ എടുക്കണം. അപ്പോൾ അത് എല്ലാവർക്കും ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റി എന്നും വരില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു ഫേസ് പാക്ക് കേട്ടോ. ഞാൻ പറയുന്നത് ഇത് ശരിക്കും നിങ്ങളത് പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100% റിസൾട്ട് കിട്ടും. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, ഈ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളുടെ സ്കിന്നിൽ ചിലവർക്ക് എന്താ പറയുക, ഈ സൺസ്ക്രീൻ എന്നുള്ള സംഭവമേ ചിലർ ഇടാറില്ല. അതുകൊണ്ടും ഒരു റീസണാണ്. കാരണം UV റൈസ് നമ്മളുടെ സ്കിന്നിലേക്ക് ഡയറക്റ്റ് തട്ടുന്ന സമയത്തും നമ്മളുടെ ആ ഒരു ഏരിയയിലുള്ള സെൽസ് എല്ലാം ഡാമേജ് ആയി അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് എടുക്കാതെയും നമ്മളുടെ പ്രോപ്പർ ഡയറ്റ്, അങ്ങനെ എല്ലാ ഒരുപാട് റീസൺസ് ഉണ്ട്. പിഗ്മെൻറ്റേഷൻ ഏറ്റവും ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് നമുക്ക് സൺ എക്സ്പോഷറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എല്ലായ്പ്പോഴും ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, CTM ചെയ്യുക, അതുപോലെ സൺസ്ക്രീൻ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ ഇടാൻ മറക്കരുത് എന്നുള്ളത്. അത് നിർബന്ധമായിട്ടും അത് ചെയ്യേണ്ട കാര്യമാണ്. ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് എല്ലായ്പ്പോഴും ഇപ്പോഴാണല്ലോ കുറച്ചും കൂടെ സ്കിൻ കെയർ ഒക്കെ എല്ലാവരും ഒന്നും കൂടി നന്നായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. മുമ്പത്തെ കാലത്ത് അതൊന്നും അത്ര ഒരു പ്രോപ്പർ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലുള്ള നേരത്തെയുള്ള ആൾക്കാരിൽ എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും ഉണ്ടാവും പിഗ്മെൻറ്റേഷൻ. അപ്പം എന്തായാലും ഇനിയുള്ള ജനറേഷനെങ്കിലും അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ, കുറച്ച് കുറവായിരിക്കട്ടെ. അപ്പോൾ അതിനുള്ള ഒരു ഫേസ് പാക്ക് എന്നുള്ളതിലുപരി ഫേസ് ക്രീം കേട്ടോ, നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫേസ് ക്രീമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതിന് നമുക്ക് എന്തൊക്കെ സംഭവങ്ങളാണ് ആവശ്യം എന്നുള്ളത് നോക്കാം. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ആൽമണ്ട്, അതായത് ബദാം വേണം. ബദാം ഒരു 10 to 15 ബദാമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സെക്കൻഡ് നമുക്ക് വേണ്ടത് കുങ്കുമപ്പൂ എന്താ പറയുക, എല്ലാവർക്കും അറിയാം. നമ്മൾ പ്രഗ്നൻ്റ് ആയത് തൊട്ട് കുങ്കുമപ്പൂ പാലിലിട്ട് കൊടുക്കലും അപ്പോൾ കളർ വയ്ക്കും എന്നൊക്കെ ഒരു സംഭവമാണ്. നല്ല റിസൾട്ട് ഉള്ളതാണ് കേട്ടോ, നല്ല കുങ്കുമപ്പൂ ആയിരിക്കണം. അപ്പോൾ അത് നമുക്കിവിടെ ഫേസ് ക്രീം തയ്യാറാക്കാനായിട്ട് കുറച്ച് കുങ്കുമപ്പൂ വേണം. നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അലോവേറ വേണം. അതുപോലെ അലോവേറ ജെൽ, അത് പ്യുവറായിരിക്കണം കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേറ ഒന്നും എടുക്കരുത്. ദെൻ അതുപോലെ ആൽമണ്ട് ഓയിൽ വേണം. ദെൻ നമുക്കൊരു വൈറ്റമിൻ E ടാബ്ലറ്റ് വേണം. ഇത്രയും സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്രീം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും മുഴുവൻ വീഡിയോയും വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്ത് അറിയിക്കാനൊന്നും മറക്കരുത്. കാരണം ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും മാക്സിമം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മുമ്പൊക്കെ നമ്മൾ കുറേ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ചും കൂടെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് നമുക്ക് നാച്ചുറലായിട്ടുള്ള പറയുമ്പോൾ നമുക്ക് സ്ലോലി റിസൾട്ട് ആണെങ്കിലും ആ റിസൾട്ട് നമുക്ക് പെർമനൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്രയും, കാരണം എല്ലാവർക്കും ഒത്തിരി എക്സ്പെൻസോ കാര്യങ്ങളൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇത്രയും നാച്ചുറൽ പ്രൊഡക്ട്സുകൾ കുറേ നമ്മളുടെ വീഡിയോയിൽ കുറേ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. നമുക്കിനി ആ ഫേസ് പാക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ഈ 15 മുതൽ 20 ബദാം എടുക്കുക കേട്ടോ. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. അതായത് നമ്മളുടെ എന്താ പറയുക, നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ടിട്ട്, അതായത് ഓവർനൈറ്റ് നമ്മളൊന്ന് സോക്കിങ് ആണ് നമുക്ക് ആവശ്യം. അതിന് വെള്ളത്തിലിട്ട് വെക്കുക. അതായത് ഒരു മുങ്ങിക്കിടക്കുന്ന രീതിയിലേക്കുള്ള വെള്ളം ഒഴിച്ച് വെക്കുക കേട്ടോ. വെള്ളം ഇനി എത്ര അളവ് എന്നൊന്നും ചോദിക്കേണ്ട, അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മളുടെ ബദാം ഒരു 15 മുതൽ 20 ബദാം ഇട്ടിട്ട് അതൊന്ന് വെള്ളത്തിലേക്ക് ശരിക്കും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ബദാം എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് കുങ്കുമപ്പൂ, കുറച്ച് ഒരളവ്, മനസ്സിലായി, അതായത് ഇത്രയെന്ന് പറയാൻ പറ്റില്ല, കുറച്ചെടുക്കുക കുങ്കുമപ്പൂ. അതിൽ ഒരു 60 ml വെള്ളത്തിൽ വേണം, അതും നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതും അതായത് കുതിരാൻ വേണ്ടി വയ്ക്കുക. അത് ഓരോ
ഏരിയയിൽ എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. രാത്രി വെള്ളം ഒഴിച്ച് വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊരു 60 ml പാടുള്ളൂ കേട്ടോ. 30 to 60 ml വെള്ളം ആയിരിക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് രണ്ടും നമുക്ക് തലേന്ന് രാത്രി വെക്കുക. ദെൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് എടുത്തിട്ട് നമ്മൾ ഈ ബദാമിൻ്റെ സ്കിൻ കംപ്ലീറ്റ് പീൽ ചെയ്തെടുക്കുക. അതിൻ്റെ പുറന്തോടെല്ലാം തന്നെ തൊലിച്ചെടുക്കാം, മനസ്സിലായി. എന്നിട്ട് ആ വൈറ്റ് ബദാമായിട്ടായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അതിനൊരു ബ്ലെൻഡറിലേക്ക് ഇടുക. അതിലേക്ക് കുറച്ച് ഫ്യൂ ഡ്രോപ്സ് വെള്ളത്തിൽ വേണം നമ്മളതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കാരണം കുറച്ച് വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കുറയും. സോ അതുകൊണ്ട് തന്നെ ഒരു 2-3 ഡ്രോപ്പ് വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. എന്നതിന് ശേഷം നമ്മൾ അതൊരു നല്ല വൃത്തിയുള്ള ഒരു വൈറ്റ് ക്ലോത്ത് എടുക്കുക. അതായത് നമ്മൾ തേങ്ങാപ്പാലൊക്കെ പിഴിയുമല്ലോ, അതുപോലെ നല്ല വൃത്തിയുള്ള ക്ലോത്ത് ആയിരിക്കണം. ഒരു പുതിയതാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നല്ലൊരു ക്ലോത്ത് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ ബദാമിനെ അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അതിൻ്റെ എക്സ്ട്രാക്റ്റ് കംപ്ലീറ്റ് നമുക്കത് പിഴിഞ്ഞ്, അപ്പോൾ കുറച്ച് മിൽക്കായിട്ടായിരിക്കും നമുക്ക് കിട്ടുക, മനസ്സിലായി. പിഴിഞ്ഞെടുക്കുമ്പോൾ വളരെ ഒരുപാടൊന്നും ഉണ്ടാവില്ല, കുറച്ച് മിൽക്കായിരിക്കും. ആ മിൽക്കിലേക്ക് നമ്മളുടെ ഈ ഒരു കുങ്കുമപ്പൂ നമ്മൾ ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, 60 ml വെള്ളത്തിൽ, 30 മുതൽ 60 ml ഇത്രയാണ് നമുക്ക് വെള്ളം വേണ്ടത്, അതിൽ കൂടുതൽ പാടില്ല. ആ ഒരു തലേന്ന് നമ്മൾ ഇട്ട് കുങ്കുമപ്പൂവിൻ്റെ ആ ഒരു വെള്ളം നമ്മളുടെ ഈ ഒരു ബദാമിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ബദാം മിൽക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക, മനസ്സിലായോ. അതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂൺ നമുക്ക് അലോവേറ ജെല്ലെടുക്കുക. ഓക്കെ, 4 ടേബിൾ സ്പൂൺ. അതിലേക്ക് നമ്മൾ ആൽമണ്ട് ഓയിൽ ഒരു 7 ഡ്രോപ്സ് എടുക്കുക കേട്ടോ. 7 ഡ്രോപ്പേ എടുക്കാൻ പാടുള്ളൂ ആൽമണ്ട് ഓയിൽ. ദെൻ അതിലേക്ക് നമ്മൾ ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് എടുക്കുക. കൂടുതൽ വേണ്ട, ഒരെണ്ണം മതി. ചിലവർക്ക് വൈറ്റമിൻ ഇ അലർജിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. അത് അവോയ്ഡ് ചെയ്തതിൻ്റെ കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചിലവർ ഭയങ്കര ഓയിലി സ്കിന്നൊക്കെ ആയിരിക്കും, അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ, അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ഇടുമ്പോൾ പ്രശ്നം തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പോൾ നമുക്കിവിടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒരെണ്ണം നമുക്ക് ഈ ഫേസ് ക്രീം ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ദെൻ നമുക്ക് ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക, റോസ് വാട്ടർ കുറച്ച് എടുക്കാം. നിങ്ങളത് വേണമെന്നുള്ളവർ മതി, അല്ലാത്തവർക്ക് എല്ലാവർക്കും ചിലപ്പോൾ അതും പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഒരു 3 ഡ്രോപ്സ് റോസ് വാട്ടറും കൂടി ഇതിനകത്ത് കൊടുക്കുക. ദെൻ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ. ഇപ്പോൾ നമുക്കിതിനകത്ത് ആൽമണ്ട് ഓയിൽ വന്നിട്ടുണ്ട്, വൈറ്റമിൻ ഇ ടാബ്ലറ്റ് വന്നിട്ടുണ്ട്, അലോവേറ വന്നിട്ടുണ്ട്. ദെൻ നിർബന്ധമില്ല, റോസ് വാട്ടർ ഒരു 2 or 3 ഡ്രോപ്സ് മതി കേട്ടോ. അതും കൂടി കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ശരിക്കും ഭയങ്കര ഒരു ക്രീം ടെക്സ്ചർ ആയിരിക്കും. നമ്മളതിനകത്ത് മിൽക്ക്, അതായത് ആൽമണ്ടിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്തിട്ടുണ്ട്. തലേന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ച് ആൽമണ്ടിൻ്റെ എക്സ്ട്രാക്റ്റ് നന്നായിട്ട് അതിൻ്റെ പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുങ്കുമം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചതിൻ്റെ ആ ഒരു വെള്ളം, നിങ്ങളൊരു കാര്യം ചെയ്യാം, കുങ്കുമം നമുക്ക് ഇവിടെ റോസ് വാട്ടർ നമ്മൾ ലാസ്റ്റ് ഒരു 2 or 3 ഡ്രോപ്സ് കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഈ കുങ്കുമപ്പൂ സോക്ക് ചെയ്യാൻ വയ്ക്കുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടറിൽ സോക്ക് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു 30 ml ഉണ്ടാവുമല്ലോ, ആ റോസ് വാട്ടറും ആ ഒരു നമ്മളുടെ ഈ കുങ്കുമപ്പൂവിൻ്റെ ആ ഒരു എക്സ്ട്രാക്റ്റൊക്കെ വന്നിട്ടുള്ള ഒരു വാട്ടറും കൂടി വരുമ്പോൾ റിസൾട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സോക്കിങ്ങിന് വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് റോസ് വാട്ടർ എടുക്കാവുന്നതാണ്. പകരമായിട്ട് നിർബന്ധമല്ല, പകരമായിട്ട് നമുക്ക് അതും എടുക്കാം. അപ്പോൾ ഇത് എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് സൂപ്പർബായിട്ട്, അതായത് ഒരു പേസ്റ്റ് രൂപത്തിൽ, അതായത് ശരിക്കും നമ്മളൊരു പുറത്തുനിന്ന് ഒരു ക്രീം വാങ്ങിച്ചാൽ എങ്ങനെയുണ്ടാവും, ഫേസ് ക്രീം, അതുപോലെ ഒരു നല്ല സൂപ്പർബായിട്ടുള്ള ഒരു റിസൾട്ടിൽ നമുക്കൊരു ഫേസ് ക്രീം കിട്ടും. ഈ ഫേസ് ക്രീം നമ്മൾ ഡെയിലി നിങ്ങൾക്ക് 2-3 പ്രാവശ്യം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സാധാരണ നമ്മളൊരു ക്രീമൊക്കെ അപ്ലൈ ചെയ്യില്ല, അതുപോലെ നിങ്ങൾക്ക് ഫേസ് മുഴുവനായിട്ട്, കാരണം ഇതിനകത്ത് ഒരു രീതിയിലുള്ള കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്നാൽ നമുക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് വൈസിലുള്ള ഒരു ക്രീമും കൂടിയാണ്, വളരെ നാച്ചുറലായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ഇനി പിഗ്മെൻറ്റേഷൻ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഭയങ്കര ഒരു നല്ലൊരു കാര്യമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം 15 മുതൽ 20, ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന അളവെന്ന് പറയുന്നത് ഒരു 20
ദിവസം വരെ ഏകദേശം വരും. ആ രീതിയിലുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 15 തൊട്ട് 20 ദിവസം കൊണ്ട് തന്നെ നമുക്ക് കുറേയൊക്കെ നമുക്ക് റിസൾട്ട് അറിയാനും പറ്റും. സോ അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. എന്നിട്ട് എല്ലാ ദിവസവും 2-3 പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നോർമൽ നമ്മുടെ ഫേസ് ക്രീം പോലെ തന്നെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പിഗ്മെൻറ്റേഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. കരിമങ്കല്യം പിഗ്മെൻറ്റേഷൻ എന്ന് വെച്ചാൽ കരിമങ്കല്യം അല്ലേ. അപ്പോൾ അത് അങ്ങനെയല്ലേ പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡാർക്ക് സ്പോട്ട് ഉള്ളവർക്കും ഒക്കെ നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് വീട്ടമ്മമാർക്കായിക്കോട്ടെ അമ്മമാർക്ക് ഒക്കെ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. അവരെല്ലാം പറയാറുണ്ട്, എന്നോട് ചോദിക്കും വീട്ടമ്മയാണെന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു വീട്ടമ്മയാണ്, എപ്പോഴും കിച്ചണിലാണ്, ഇനി അതുകൊണ്ടാണോ എനിക്കിങ്ങനെ പിഗ്മെൻറ്റേഷൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോഴും നമ്മുടെ സ്കിൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടൊക്കെ വരാം. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മൾ സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ എപ്പോഴും നല്ലൊരു പാർട്ടായിട്ട് തന്നെ കൊണ്ടുപോകണം. സ്കിൻ കെയർ ചെയ്യാതിരിക്കരുത്. CTM ചെയ്യുക, മോർണിംഗിൽ എപ്പോഴും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അതുപോലെ ഒരു ഉച്ച സമയമാകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇത് പെട്ടെന്നൊന്ന് സ്വെറ്റ് ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് വാഷ് ചെയ്ത് മോയ്സ്ചറൈസർ ഇട്ടിട്ട് വീണ്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വൈകിട്ട് ഒഴിച്ച് 5 മണി വരെയുള്ള സമയത്ത് നമ്മൾ പുറത്ത് പോകുമ്പോൾ എപ്പോഴും സൺസ്ക്രീൻ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്തിരിക്കണം. എന്നാൽ നമുക്ക് ഇതുപോലത്തെ ബുദ്ധിമുട്ടുകൾ മാക്സിമം നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ പാക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവരും ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടുമ്പോൾ എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തൊക്കെ അറിയിക്കുക കേട്ടോ. എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്തൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന സൂപ്പർബായിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക്